നന്മ 24 ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി. PMAY പദ്ധതി പ്രകാരം 4 ലക്ഷം രൂപ ഭവന നിർമ്മാണത്തിന് ലഭിക്കും എന്ന് നമ്മൾക്കറിയാം. ഈ 4 ലക്ഷം രൂപയ്ക്ക് വീട് പണി പൂർത്തീകരിക്കില്ല എന്നും നമ്മൾക്കറിയാം. എന്നാൽ തൃക്കാക്കര നഗരസഭയുടെ പരിധിയിൽ 17 വീടുകൾ, ലക്ഷം വീട് കോളനികളായിരുന്നു, കാലപ്പഴക്കം കൊണ്ട് ഇടിഞ്ഞു വീഴാറായി കിടക്കുന്ന 17 ലക്ഷം വീട് കോളനികൾ. ആ കോളനിയിലുള്ള ആളുകൾക്ക് PMAY പദ്ധതി പ്രകാരം 4 ലക്ഷം രൂപ കിട്ടി. അതുകൊണ്ട് ഒരു ഡ്രീം വില്ല തന്നെ അവിടെ നിർമ്മിച്ചു. ഓടൊക്കെ പോയി ഇങ്ങനെ കൈക്കോലൊക്കെ പോയി ഭിത്തിയൊക്കെ ഇടിഞ്ഞ് അങ്ങനെ വെള്ളം വീണ് ചോർന്ന് കിടന്ന വീടായിരുന്നു. ഏതായാലും 11 ലക്ഷം വീടായിരുന്ന ഈ വീടുകൾ ഡ്രീം വില്ലകളായി മാറിയത് എങ്ങനെയാണെന്നും, അതുകൂടാതെ 17 ഡ്രീം വില്ലകളിൽ 16 എണ്ണത്തിന്റെ വർക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞ വർഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ താക്കോൽ കൈമാറിയിരുന്നു. ഞാൻ ഒരുപാട് വീട് വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ വീടുകളും ഈ ഡ്രീം വില്ലയും കണ്ടപ്പോൾ സത്യത്തിൽ ഭയങ്കര അസൂയ തോന്നി. എനിക്ക് ഇത്രയും ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു വില്ലയായിട്ട് ഇതുപോലെ ഇത്രയും മനോഹരമായ വീടുകൾ വെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എന്നെ അസൂയപ്പെടുത്തിയ കാര്യം. 600 സ്ക്വയർ ഫീറ്റ് നന്നായി വീടുണ്ടാക്കുക എന്ന് പറയുന്നതിന് 9 ലക്ഷം രൂപ. 9 ലക്ഷം രൂപ വീതം മുടക്കി ഇപ്പോൾ 17 വീടുകൾ നിർമ്മിക്കുക എന്നത് നിസ്സാരമായ ഒരു വെല്ലുവിളിയല്ല. അതൊരു വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ നടന്നു എന്ന് പറയുന്നത്, എനിക്ക് വർഗീസിനെ ഒരു 3-3.5 പതിറ്റാണ്ടായി നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. പക്ഷേ വർഗീസ് എന്നെ പോലും വിസ്മയിപ്പിച്ച് കളഞ്ഞു എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അവശേഷിച്ച ഒരു വീടിന്റെ താക്കോൽ കൈമാറ്റം ഈ കഴിഞ്ഞ ദിവസം IV ഈഡൻ MPയും നിർവഹിച്ചു. ലൈഫിന്റെ പണം ലഭിച്ചാൽ നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് എല്ലാ ദിവസവും വരുന്ന ആളുകൾ ലൈഫിന്റെ പണം മുടങ്ങി കിടക്കുകയാണ്. പല ഘട്ടങ്ങളിലായി തറ കെട്ടിയിട്ട് നിൽക്കുന്നത് മുതൽ വീട് വാർക്കുന്നത് വരെ, വാർത്ത് കഴിഞ്ഞിട്ട് പെയിന്റ് അടിക്കാനോ ടൈലിടാനോ ജനലോ വാതിലോ വെക്കാൻ പറ്റാതെ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന വീട് പണിതോ എന്ന് ചോദിച്ചാൽ പണിതു. സർക്കാരിന്റെ സഹായം ലഭിച്ചോ എന്ന് ചോദിച്ചാൽ സർക്കാരിന്റെ സഹായം എന്ന് പറയുന്നത് ലൈഫ് എന്ന് പറയുന്ന പദ്ധതിയിൽ 50,000 രൂപ മാത്രമേ ഗവൺമെന്റ് കൊടുക്കുന്നുള്ളൂ. ബാക്കി പണം എന്ന് പറയുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ 1.5 ലക്ഷം രൂപയും മുനിസിപ്പാലിറ്റിയുടെ പദ്ധതി വിഹിതമായ 2 ലക്ഷം രൂപയും കൂട്ടിയാണ് 4 ലക്ഷം രൂപ 50,000 രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ കിട്ടുന്നത്. ആ പണം കൊണ്ട് ഒരിക്കലും ഒരു വീട് പൂർത്തീകരിക്കാൻ പറ്റില്ല. അപ്പോ അവിടെയാണ് MO വർഗീസ് എന്ന് പറയുന്ന കൗൺസിലറുടെ ഒരു വലിയ പ്രതിബദ്ധത നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഈ നാട്ടിലെ മുഴുവൻ ഡ്രീം വില്ലയിലെ മുഴുവൻ നിവാസികളുടെയും പേരിൽ ശ്രീ MO വർഗീസിനെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കാനും നന്ദി പറയാനും ഈ അവസരം വിനിയോഗിക്കണം. ഇതൊന്നല്ല, ഒരു വീടിന് 3-3.5 ലക്ഷം രൂപ അധികമായി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെ 16 വീടുകൾക്ക് പല ആളുകളിൽ നിന്ന് പണം സമാഹരിച്ച് സ്വന്തമായ ഒരു വീട് എന്ന ഒരു വലിയ സ്വപ്നം. ഞാൻ അന്ന് ഈ വഴികളിലെല്ലാം കയറി വീടുകളെല്ലാം കണ്ടു. വളരെ മനോഹരമായ പൂർത്തീകരിച്ച, നല്ല നിലവാരത്തോടു കൂടി പൂർത്തീകരിച്ച വീടുകളാണ്. ആ വീടുകൾ നിങ്ങൾക്ക് ഇന്ന് സ്വന്തമായി ലഭിച്ചു. അതിൽ അവസാനത്തെ ആൾക്ക് കൂടി ഇന്ന് കൈമാറുന്നു എന്നുള്ളത് ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ, ഈ ഡ്രീം വില്ല നിർമ്മിച്ചത് എങ്ങനെയാണെന്നും അതിന്റെ പിന്നിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾക്കൊന്ന് നേരിട്ടറിയാം. ഈ ഒരു കവാടമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഒരു ലക്ഷറി വില്ലയാണെന്ന്. എന്നാൽ ഇതൊരു ലക്ഷം വീട് കോളനിയായിരുന്നു. 17 വീടുകൾ. അത് ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി 4 ലക്ഷം രൂപ ഓരോ വീട്ടുകാർക്കും അനുവദിച്ചു. ഇത് ഒരു ഡ്രീം വില്ലയായി തന്നെ നഗരസഭ ഇത് നിർമ്മിക്കുകയും ചെയ്തു. വാർഡ് കൗൺസിലറിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലും അതുപോലെ തന്നെ തൃക്കാക്കര നഗരസഭയുടെ ടൗൺ പ്ലാനിംഗ് സെക്ഷൻ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ നിരീക്ഷണവും മികവുറ്റ
നിർമ്മാണ പ്രവൃത്തി നടത്തിയ കോൺട്രാക്ടർമാർ, അങ്ങനെ നിരവധി ആളുകളുടെ ഒത്തൊരുമയുടെ വിജയമാണ് ഈ ഡ്രീം വില്ല. ലൈഫ് പദ്ധതിയിൽപ്പെടുത്തിയ പണിതിട്ടുള്ള വീടുകളാണെങ്കിലും അതിൻ്റെ പൊതുവായിട്ടുള്ള ഡ്രെയിനേജ് സംവിധാനം, മറ്റ് പൊതു റോഡുകൾ ഇതെല്ലാം ടൈൽ വിരിച്ച് വളരെ ഭംഗിയായി തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, നിലവിലുണ്ടായിരുന്ന ഒരു കിണർ ഓപ്പൺ വെല്ലായിരുന്നു. അത് പമ്പ് ഹൗസാക്കി വളരെ കൃത്യമായി പരിപാലിച്ചും അതുപോലെ തന്നെ ഓവർഹെഡ് ടാങ്ക്, അവിടെ നിന്ന് കുടിവെള്ളം വീടുകളിൽ എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയാണ് ഈ ഡ്രീം വെല്ലിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. മുനിസിപ്പാലിറ്റി ചെയർമാനായിട്ട് ജയിലിൽ വന്നപ്പോൾ പദ്ധതി ഉണ്ടെന്ന് അവർ തുടങ്ങി വെച്ച് കുറച്ച് നാൾ പണിത് കഴിഞ്ഞിട്ട് പണി അവരുടെ ഭരണം പോയി. പിന്നെ അവരിലേക്ക് അവർക്ക് വരാൻ പറ്റില്ല. പിന്നെ അത് നമ്മുടെ MOS നമ്മൾ ജയിപ്പിച്ച് MOS മുനിസിപ്പാലിറ്റി കൗൺസിലായപ്പോഴത്തേക്കും വളരെ ഞങ്ങളുടെ വീട് ദയനീയമായുള്ള വീടുകളാണ്. ആ വീടൊക്കെ ശക്തമായിട്ട് MOS ഞങ്ങൾക്ക് വേണ്ടി ഈ ലക്ഷം വീട് നന്നാക്കി തരാൻ കണ്ടമാനം കഷ്ടപ്പെട്ട് കണ്ടവരുടെ മുമ്പിൽ കൈ നീട്ടി പണം എടുത്തിട്ടാണ് ഞങ്ങൾക്ക് വീട് ഈ ഭംഗിയാക്കി ഞങ്ങൾക്ക് ഇന്ന് കിടക്കാൻ തലയാക്കിയ ഇടം MOS ഒറ്റ കഴിവുകൊണ്ടാണ് ഞങ്ങൾ MOS ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത്. ലക്ഷം വീടുകൾ പൊളിച്ച് ഇരട്ട വീടുകളായിരുന്ന ലക്ഷം വീട് പൊളിച്ച് പുതുക്കിപ്പണത് നമ്മളത് ഒറ്റ വീടുകളാക്കി 16 വീടുകളുടെ താക്കോൽ ദാനം ഇതുപോലെ ഒരു 27/5/2023 ബഹുമാനപ്പെട്ട MP അടക്കം പങ്കെടുത്ത് ഒരു ചടങ്ങോട് നടക്കുന്നുണ്ട്. 16 വീടുകളുടെ പണിയെന്ന് പൂർത്തീകരിച്ച് 16 വീടുകൾക്ക് താക്കോൽ കൈമാറുകയുണ്ട്. അന്ന് ഈ ഒരു വീടിന്റെ താക്കോൽ മാത്രമാണ് നമ്മൾ കൈമാറാണ്ടായിരുന്നത്. മോനെന്താ പറയാനുള്ളത്? വീട് പണിത് വീട്ടിലെന്ത് പറയണു? വളരെ സന്തോഷമുണ്ട്. സന്തോഷമുണ്ടോ? ആണോ? ഇനിയിപ്പോ ഇവിടെ കിടക്കാവല്ലോ അല്ലേ? വീട് പണി മുഴുവൻ ചെയ്തോ? മുഴുവൻ ചെയ്തു തന്നോ? ചെയ്തു തന്നു അല്ലേ? സന്തോഷമായ? ഏതായാലും തൃക്കാക്കര നഗരസഭ ചെയ്ത ഈ ഒരു പ്രവൃത്തി മറ്റുള്ളവർക്കും മാതൃകയാക്കാം. കാരണം PMAY പദ്ധതി പ്രകാരം 4 ലക്ഷം രൂപ കിട്ടുമ്പോൾ എങ്ങനെ കെട്ടിടങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും, ഇതുപോലെ ഒരു നല്ലൊരു ഡ്രീം വില്ല നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തൃക്കാക്കര നഗരസഭയിലെ ഈ ഡ്രീം വില്ലകൾ. തീർച്ചയായും മറ്റുള്ള സ്ഥലങ്ങളിലും ഇത് പരീക്ഷിക്കാം. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.